ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് മാധ്യമങ്ങളോട് തത്സമയത്തിലേക്ക്. എനിക്കറിയത്തില്ല, എന്നോട് പറഞ്ഞിട്ടില്ല, എനിക്കറിയില്ല. എന്നെ പിടിച്ചോണ്ട് വന്നു, കേസ് എന്താണെന്നൊക്കെ പറയാമെന്ന് പറഞ്ഞു, അറസ്റ്റ് ചെയ്തു. ഞാൻ സ്ത്രീത്വം അപമാനിക്കത്തില്ല. തട്ടിപ്പുകാർക്കെതിരെ അഴിമതിക്കെതിരെ പോരാടും. പിണറായി തുലയത്തെ അഴിമതിയുടെ പീരൻ മകൾക്ക് വേണ്ടി തട്ടിപ്പ് നടത്തുന്ന മുഖ്യമന്ത്രി, അതിന് ഓശാന പിടിക്കുന്ന പോലീസുകാർ ഈ നാട് മുടിപ്പിക്കും. അവസാന ശ്വാസം വരെ പിണറായിയുടെ വിരുദ്ധീകരണത്തിനെതിരെ പോരാടും. എല്ലാം കേരള കേസ്. ഒരു കേസിൽ തന്നെ ജയിലിൽ അടച്ചിട്ടില്ല. വീണ്ടും ശക്തിയുടെ അവസരം കിട്ടിയില്ല. മർദ്ദിച്ചില്ല, പിടിച്ചോണ്ട് പോകുന്നു. പ്രായമായ അപ്പന്റെ അമ്മയുടെ മുമ്പിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോ എന്നെ പിടിച്ചോണ്ട് പോകുന്നു. അവരെന്നെ പിടിച്ചോണ്ട് പോകുന്നു. വരൂ, എന്നെ ആരെ വിളിക്കാൻ സമ്മതിച്ചില്ല. അപ്പൊ വീണ്ടും ജനാധിപത്യം സംരക്ഷിക്കാൻ ഞാൻ ജയിലിലേക്ക് പോകുന്നു. സിന്ദാബാദ് പിണറായി സന്തറിയട്ടെ. ഇതിന്റെ അകത്ത് വിജയത്തിന്റെയോ തോൽവിയുടെയോ ഒന്നും പ്രശ്നമില്ല. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനോ വേണ്ടി സർക്കാർ ഇപ്പോഴും എന്നെ വേട്ടയാടുന്നു. അപ്പോൾ എന്നെ പോലീസ് വന്ന് അവിടെ ഒന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് ഞാൻ എൻ്റെ അപ്പനും അമ്മയ്ക്ക് 90 വയസ്സേ അപ്പനും അമ്മയാണ്. അവരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ കൂടെ 10 ദിവസം താമസിക്കും. അപ്പനുള്ള ആരോഗ്യമില്ല. പക്ഷേ അമ്മയുടെ ആഗ്രഹം കാരണം ഞാൻ അവരെയും കൊണ്ട് 2 ദിവസം വീട്ടിൽ താമസിച്ച് പതിയെ വണ്ടി ഓടിച്ച് ഞാനിവിടെ എത്തി. വരുന്ന വഴിക്ക് തന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നു ആരോ എന്നെ പിന്തുടരുന്നെന്ന്. ഞാൻ അതിന് വേണ്ടിക്ക് ഇടയ്ക്ക് ഞാൻ ആയൂർ വന്നപ്പം ഒരു വഴി തിരിച്ചു പോയി. ഞാൻ ഒരിടത്ത് പോയി 1/2 മണിക്കൂർ റെസ്റ്റ് എടുക്കുകയെന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. അപ്പോൾ എൻ്റെ സംശയം സ്ഥിരീകരിച്ചു. കാരണം പിന്നാലെ ആ വണ്ടിയുടെ അംശം ഞാൻ കണ്ടു. ഞാൻ തിരുവനന്തപുരത്ത് വന്നു. ഞാൻ എൻ്റെ വീട്ടിൽ കയറി, ഞാനൊന്ന് കുളിച്ച് കഴിഞ്ഞ് അമ്മയ്ക്കും അപ്പനും ഭക്ഷണം, പ്രത്യേകിച്ച് മരുന്ന് കൊടുക്കേണ്ട, മരുന്ന് എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഇവർ വന്ന് തട്ടുന്നത്. ഒരു സംഘം വന്നു, ഗുണ്ടകൾ കയറുന്ന പോലെ അകത്തോട്ട് കയറിയിട്ട് പറഞ്ഞു, ഞങ്ങൾ ഒരു ക്രൈം നമ്പർ പറഞ്ഞു. ഈ ക്രൈം നമ്പറിലെ പ്രതിയാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നാണ്, സഹകരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഉടുപ്പ് പോലും ഇട്ടിട്ടില്ല. അത് ഉടുപ്പൊന്നും സാരമില്ല, ഞങ്ങൾ ഉടുപ്പ് മേടിച്ചു തരാം. ഞാൻ പറഞ്ഞു എനിക്ക് ആരെങ്കിലും അറിയിക്കണം. അതൊന്നും പറ്റത്തില്ല. മൊബൈൽ ഫോണും അപ്പം തന്നെ മേടിച്ചു. എന്നോട് പറഞ്ഞ് പറ്റത്തില്ല, സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് എന്നെ കൂടിയോട് പോയി. അത് കഴിഞ്ഞിട്ട് ശരിയാണ്, എന്നോട് പോലീസ് മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല. വഴിയിൽ കയറിയപ്പോൾ ഒരു ഷർട്ട്, ഒരു വലിയൊരു അടിപൊളി ഷർട്ടൊക്കെ മേടിച്ചു. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, എൻ്റെ ഷർട്ട് ഞാൻ ഇടുന്നത് ആ ഷർട്ടല്ല, നിങ്ങൾ മേടിക്കുന്ന ഷർട്ട് ഞാൻ ഇടത്തില്ല, എൻ്റെ ഷർട്ട് ഇടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ വരുന്നു. പോലീസ് സ്റ്റേഷനിൽ പോയി എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ക്രൈം എന്താണെന്ന്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. എന്നോട് പോലീസ് സ്റ്റേഷനൊക്കെ വളരെ മാന്യമായിരുന്നു. ഞാൻ അവിടെ ഇരുന്നു. അവരതിന് ശേഷം എന്നെക്കൊണ്ട് അറസ്റ്റിൻ്റെ എല്ലാം ഒപ്പിടിപ്പിച്ചു. അതിനകത്ത് കുറേ സെക്ഷൻസ്, എനിക്ക് ഇപ്പോഴത്തെ പഴയ സെക്ഷൻ ആയതുകൊണ്ട് എനിക്ക് പഴയത് അറിയത്തില്ല, പുതിയത്. ഇപ്പം എന്തായാലും IT Act 67 ഉണ്ടെന്ന് കണ്ടു. 67 എന്ന് പറയുന്നത് ഈ അശ്ലീല സംപ്രേഷണം. ഞാൻ അങ്ങനെ ഒരു സാധനം ആരെക്കുറിച്ച് നടത്തിയിട്ടില്ല. അപ്പോൾ ആരാണ് പരാതിക്കാരെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. എന്താണ് കേസ് എനിക്കറിയത്തില്ല. അതാണ് എൻ്റെ വാസ്തവം. അങ്ങനെ എന്നെ അവിടെ നിന്ന് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. പോലീസുകാരൊക്കെ വളരെ നല്ല ഭംഗിയായിട്ടാണ്, മര്യാദയ്ക്കാണ് പെരുമാറിയത്. ഭക്ഷണം വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഉടുപ്പിട്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ നിലത്താണ് ഇരുന്നത്. അതിന് ഉടുപ്പിടാത്ത ആളിന് കസേര ഇരിക്കാനുള്ള യോഗ്യത ഇല്ലെന്ന് തോന്നി ഞാൻ നിലത്താണ് ഇരുന്നത്. അവർ അവിടെ തന്നെ കുറേ നേരം ഇരുന്നു. തിരിച്ചു കൊണ്ടുവന്നപ്പോഴാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോഴാണ് നിങ്ങൾ കാണുന്നത്. ഈ പരാതിക്കാരിയെ താങ്കൾക്ക് അറിയാമോ? ഇപ്പോഴും ഞാൻ ഇവിടെ നിന്ന് ചോദിച്ചു പരാതിക്കാരിയെക്കുറിച്ച്. എനിക്ക് മനസ്സിലാക്കിയത് ഈ ഷിഹാബ് ഷാ എന്ന് പറയുന്ന ദുബായ് കേന്ദ്രീകരിച്ച് ഒരു വലിയ തട്ടിപ്പ് നടന്ന ഒരാളുണ്ട്. ഇയാൾ ഇപ്പം കേരള പോലീസ് ലുക്കൗട്ട് നോട്ടീസുള്ളതാണ്. ദുബായിൽ അയാൾ ജയിലിലാണിപ്പോൾ. ഇയാൾ എന്തോ ഒരു കെൻസ വെൽനസ് സെൻ്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ആളുകളെ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ആളാണ്. ഇയാൾക്കെതിരെ വാർത്ത. അപ്പോൾ ഇയാളുടെ തട്ടിപ്പിന് കൂട്ടാളിയാണ്, ഇയാളുടെ തട്ടിപ്പ് സ്ഥാപനത്തിൻ്റെ ജനറൽ മാനേജറായ ഒരു സ്ത്രീയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്ത്രീക്കെതിരെ പരാതിയുണ്ട്, അവർക്കെതിരെ തെളിവുകളുണ്ട്. അപ്പോൾ ആ സ്ത്രീയെക്കുറിച്ച് ഞാൻ പറഞ്ഞു, ആ സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പേര് പറഞ്ഞിട്ട് എൻ്റെ ഓർമ്മയിൽ വരുന്നത് ആ സ്ത്രീ ആയിരിക്കണം, അല്ലാതെ ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ടില്ല. ആ തട്ടിപ്പിനെ കുറിച്ച് വാർത്ത കൊടുത്തപ്പോൾ ആ സ്ത്രീയെക്കുറിച്ചും കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞ പേര് കേട്ടപ്പോൾ ആ സ്ത്രീയാണ്. എനിക്ക് നോക്കാനുള്ള സമയം കിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നു ഷിഹാബ് ഷായുടെ കൂട്ടാളിയായ ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ പേരാണെന്ന് തോന്നുന്നു. ഇത് ആദ്യമായിട്ടല്ല താങ്കൾക്കെതിരെ ഇത്തരത്തിലുള്ള കേസുകൾ, അപകീർത്തി പരാമർശം നടത്തുന്നുള്ള കേസ്, നിരവധി കേസുകളുണ്ട്. ജാമ്യം ലഭിച്ചു എന്നുള്ളത് ശരിയാണ്. ഇതൊരു രാഷ്ട്രീയ പ്രേരിതം മാത്രമാണെന്ന് മനസ്സിലാക്കാമോ? തീർച്ചയായിട്ടും. കാരണം ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെയും ദുബായ് കേന്ദ്രീകരിച്ച് മാഫിയ പ്രവർത്തനം നടത്തുന്ന മകനെതിരെയും ഒക്കെ ധാരാളം വാർത്ത കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചെയ്യുന്ന അഗ്രസീവായിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ചെയ്യുന്ന നിങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എന്നെ പോലെ അഗ്രസീവല്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് വലിയ വിഷമമുണ്ട്. പ്രത്യേകിച്ച് ഈ തട്ടിപ്പും വെട്ടിപ്പും. ഇപ്പോൾ ഈ മാസപ്പടി കേസൊക്കെ വന്നപ്പോഴത്തേക്കും 2 ദിവസം ജയിലിൽ കിടക്കുവാണെങ്കിൽ രക്ഷപ്പെടാമല്ലോ എന്ന് കരുതിയാണ് അത് ചെയ്യുന്നത് ഞാൻ കരുതുന്നു. അറിയില്ല, ഉപാധികൾ ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ മെസ്സേജ് തന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രതി, അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും ഇരയുടെ പേര് പോലും പറയാത്തത്. കാരണം ഇരയെക്കുറിച്ച് പറയാൻ പാടില്ലെന്നായിരിക്കുമല്ലോ ഇത് വരാൻ പോകുന്നത്.
എനിക്ക് ഒരു ഉപാധി ഉണ്ടാവും, പക്ഷേ ഉപാധി ഇപ്പോൾ തന്നിട്ടില്ല. നാളെ കോടതിയിലാണ് ഉപാധി തരാൻ പോകുന്നത്. എന്നോട് ഹാജരാൻ പറഞ്ഞിട്ടില്ല. നാളെ കോടതി വിധി വരും. തന്നെയാണോ ഇത് ഈ കേസിന്റെ പിന്നിൽ? അല്ല, എനിക്ക് അങ്ങനെ അറിയില്ല. പക്ഷേ മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയാണ്. എനിക്കതൊന്നിനെ കുറിച്ച് ഡീറ്റെയിൽസും അറിയത്തില്ല. മുഖ്യമന്ത്രി ആയിരിക്കും. കാരണം പെട്ടെന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ന്യൂസ് ആയിരുന്നു. ഇതേണക്ക് സാജനെ ഉണ്ടെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്തെന്നുള്ളൊരു കാര്യം. അതിനെ തുടർന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സാജനുണ്ടെങ്കിൽ ഉടുപ്പിടാത്ത രീതിയിൽ വണ്ടി വന്ന് കയറ്റുന്നതും അങ്ങനത്തെ ഉള്ളതായിട്ടൊക്കെ കാണുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഇതേ കണക്ക് ഡ്രസ്സൊന്നും ഇല്ലാതെ വലിച്ചു കയറ്റി കൊണ്ടുപോയത് അല്ലെങ്കിൽ എന്തോ കേസ് എന്നുള്ള ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ആ സമയത്ത് വീഡിയോ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പോരാടുകയാണ്, ഡ്രസ്സില്ലാതാണ് ഞാൻ ഇപ്പോൾ വണ്ടി കയറി പോകുന്നത്, എവർക്കെതിരെ ഉണ്ടെങ്കിൽ പോരാടാൻ ഞാൻ ഇപ്പോഴും തയ്യാറാണെന്ന് പറഞ്ഞുള്ള രീതിയിലൊക്കെ ആ വീഡിയോ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഈ സാജന് എന്തോ കേസ് എന്നുള്ളൊരു കാര്യം പോലീസ് പറഞ്ഞിട്ടില്ലെന്നാണ് ആ വീഡിയോ പറയുന്നത്. അതിന് സത്യമാണോ അല്ലയോ എന്നറിയില്ല. പക്ഷേ ഇതേ കണക്കുണ്ടെങ്കിൽ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഉണ്ടെങ്കിൽ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളൊരു കേസാണ് ഇദ്ദേഹത്തിനെതിരെ വന്നത്. സോ അതിനെ തുടർന്നാണ് പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അതിനെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, ഹെൽത്ത് ടെസ്റ്റ് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ. അതിനുശേഷം ഇറങ്ങി വന്നപ്പോഴാണ് ഇതേകണക്കത്തുള്ള വീഡിയോ ഒക്കെ ചെയ്തത്. സോ ഇപ്പോഴുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടുകയും ചെയ്ത്. ആ സമയത്ത് ഇതേകണക്കത്തുള്ള ഇൻ്റർവ്യൂവിലാണ് പറഞ്ഞിരിക്കുന്നത് താനുണ്ടെങ്കിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ്. ഇതേകണക്കത്തുള്ള സർക്കാരിനെതിരെ പറയുന്ന ഓരോരോ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് തന്നെ ഉണ്ടെങ്കിൽ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെന്നുള്ള ഓരോ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇദ്ദേഹത്തിനെ പറ്റി അറിയുന്നവരായിരിക്കും. എപ്പോഴും ഉണ്ടെങ്കിൽ LDFനെതിരെയാണ് ഭയങ്കരമായിട്ട് ആഞ്ഞടിക്കുന്നത്. അവർക്കെതിരെയുള്ള കാര്യങ്ങൾ എപ്പോഴും പറയാനാണ് ഇദ്ദേഹം ഉണ്ടെങ്കിൽ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ഇയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതല്ലെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ കോൺട്രവേഴ്ഷ്യലായിട്ട് സംസാരിക്കാറുമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതേകണക്കത്തുള്ള കേസ് വരുന്നത്. സോ ഇപ്പം തൽക്കാലത്തേക്ക് ജാമ്യം കിട്ടിയിരിക്കുകയാണ്. ഇതിനേക്കുള്ള കേസ് ഇനിയും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.